ഓ ആംബിയൻസ് അല്ലേ. ഇനി ഞങ്ങളുടെ മാസ്കിലാണ് പറ്റില്ല. കാരണം മെയിനായിട്ട് നമ്മുടെ പിള്ളേരെ വിളിച്ചോണ്ടിരിക്കട്ടാ. കണ്ടില്ലേ ഇതാണ് അവസ്ഥ അവിടുത്തെ. ആ പോണ വണ്ടി പാട്ട് ഞങ്ങളുണ്ടോ പറഞ്ഞോണ്ടിരിക്കാൻ. ഫുള്ള് പെടപ്പെടകള്. ഇതാണ് നമ്മുടെ റൂമിന്റെ പുറത്തുള്ള വ്യൂ ആട്ടാ. ഫേമസ് വേണ്ട ഈ ആംബിയൻസ് അവിടെ. പനീർ വേണ്ട പനീറത്തെ സ്നേഹതീരൊക്കെ പോലെ. സ്നേഹതീരത്തിന്റെ ആംബിയൻസ് ഒക്കെ ഇവിടെ അല്ലേ. വണ്ടി നിർത്തരുന്ന പറയാ. നമ്മുടെ അടുത്ത പിള്ളേർക്ക് എന്താ ചെയ്യുന്നത്? പബ്ജി കളിച്ച് പാനിപൂരിനെ പല പല കണ്ട അവര് കട്ട്ല. അതേടാ അവിടെ ഉണ്ടാ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ. ഇതാണ് നമ്മുടെ റൂമിന്റെ പുറത്തുള്ള വ്യൂ ആട്ടാ. എങ്ങനെയുണ്ട്? ആരും ഹെൽമെറ്റ് വെച്ചില്ലേടാ, ശ്രദ്ധിച്ചാൽ കാണാം. സൂര്യൻ അസ്തമിക്കാൻ പോവാ. നമ്മൾ കറക്റ്റ് ഇറങ്ങാനും പോകും. നമ്മൾ ഒരു ഉറക്കത്തിന് ശേഷം ഇറങ്ങിട്ടാ കറക്കത്തിന്. ഇവിടെ എന്തോ ഒരു ടെമ്പിളും ഒരു ലേക്ക് വ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കവർ ചെയ്യാം. പിന്നെ നമ്മുടെ സാധാരണ പോലെ ഫുഡും അതുപോലത്തെ ഇവിടെ സ്ട്രീറ്റും. അത് നമ്മുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം ഓരോ സ്ഥലങ്ങളല്ലേ. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ പേര് മറക്കണ്ട, സ്മൈൽ ബീൻസ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്താ ചിലപ്പോൾ 2 എപ്പിസോഡായിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നല്ല തിരക്കുള്ള സിറ്റിന് കേട്ടോ. ഇവിടെ അങ്ങോട്ട് മൊത്തം തിരക്കുക. കറക്റ്റ് നമ്മൾ റൂം എടുത്തിരുന്ന് കണ്ട ഇതിൻ്റെ നടുക്കില്ല കണ്ട. ഇതാണ് നമ്മുടെ റൂം. ആ കാണുന്നത് 3ാമത്തെ ഫ്ലോറിലാട്ടോ. പോവാ ഞാനത്തെ ഒരു 5-8 മണിക്കൂർ ഇടുന്ന് ഉറങ്ങി. എന്നിട്ട് ഇറങ്ങിയടാ. ഈ കാണാടെ സാഗർ വെള്ളം ഉണ്ടാവോ? നല്ല ഫോട്ടോസ് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെള്ളം കണ്ടില്ലേ. ഇതാണ് അവസ്ഥ അവിടുത്തെ. വെള്ളമൊക്കെ വറ്റി ഡ്രൈ ഫ്രൈ പോലെ ഉണ്ട്. നോക്കണ്ട, ഇവിടെ നമ്മുടെ പാടം പോലെ ആയിട്ട് കണ്ട. അവിടെയാണ് ശരിക്കും ഇതൊക്കെ വെള്ളം വരുന്ന ഏരിയ കേട്ടാ. ഇവിടെ സാഗർ കണ്ട. സാഗറിൽ വെള്ളമില്ല. പിന്നെ ലേക്ക് വ്യൂ ഇവിടുത്തെ. കുറച്ചുകൂടി നേരത്തെ വന്നെങ്കിലേ നമുക്ക് സൺറൈസ് കിട്ടിയാണ് ഇവിടെ. സൺറൈസ് അല്ലടാ, സൺസെറ്റ്. തെറ്റിയതാ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വ്യൂ നമ്മുടെ ഇവിടുത്തെ. ഇവിടെ പോസ്റ്റായി പോലെ തോന്നുന്നുണ്ടോ? നോക്കി നീ മാസ്ക് മാറ്റിക്കോ. ഇവിടെ നമ്മളിന്നലെ നോക്കിയപ്പോഴേ എന്റെ ദൈവമേ എന്തിട്ടായിരുന്നു ഫോട്ടോസ് ഇവിടെ നോക്കിയേ. ഇന്നലെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഇതൊന്നല്ലേ കണ്ടത്. ഞങ്ങളെ കുറെ സെർച്ച് ചെയ്തിട്ട് വന്ന ഇവിടേക്ക്, സാഗർ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക്. പക്ഷെ ഇവിടെ മെയിനായിട്ട് ഇവിടെ 2 വീഡിയോസ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചേ. മെയിനായിട്ട് ലേക്ക് വ്യൂ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം വേണ്ടേ ബോട്ട് പോകാൻ. കണ്ടില്ലേ, നോക്കിയാൻ ഇതിനവസ്ഥ കണ്ടാ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലേസ് പിടിക്കാം. അതല്ല ഇനി ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടിയില്ല എവിടെ ഈ സാഗറിൽ. അപ്പം മിക്കതും ഒരു എപ്പിസോഡൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ എപ്പിസോഡും അതുപോലെ ഇതൊരു എപ്പിസോഡാക്കാന്ന് വിചാരിച്ചാൽ. പക്ഷേ ആംബിയൻസ് പറഞ്ഞ സംഭവമില്ല ഇവിടെ. എല്ലാം വെള്ളം വറ്റിയിരിക്കുക, ഡ്രൈ ആയിരിക്കുക മൊത്തം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡും നാളെ ആഗ്രഹം എത്തുന്നതും ഒരുമിച്ചായിരിക്കും കാണാം. അപ്പോൾ പിന്നെ ചായ കൂടി കുറയ്ക്കാലോ. കണ്ട ഇതിൻ്റെ അവസ്ഥ നോക്കിയാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തരി പോലില്ല വെള്ളം. അപ്പോൾ എന്തായാലും ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. മൊത്തത്തിൽ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് പോവാം. നമ്മുടെ റൂമിൻ്റെ അവിടെ നിറച്ച് നമ്മൾ കണ്ടിട്ടുള്ള മാർക്കറ്റ് പോലെ തന്നെ ആ മാർക്കറ്റും അതുപോലത്തെ ഫുഡും. അപ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാര്യം നമ്മുടെ ഫുഡിങ്ങിൻ്റെ ചാനലും കൂടെ ആയിരുന്നേ. അതാണ് ഞാൻ ഇവിടുത്തെ ലോക്കൽ ഫുഡും അതുപോലെ സ്ട്രീറ്റുകളും കാണിക്കണം കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ എൻ്റെ ഒരു ഉദ്ദേശം. കാരണം പോണ സ്ഥലങ്ങളിൽ സിറ്റികളിൽ പോയിട്ട് പരമാവധി അവിടുത്തെ കാഴ്ചകൾ നോക്കാം. അതുപോലെ അവിടെ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഇത് ചെയ്യും. ഇത് നമ്മുടെ ഫുഡും അതുപോലെ ഇതില്ലേ സ്ട്രീറ്റുകളും ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ ജോൺസ് റൈറ്ററാ. അപ്പം അങ്ങനെ അപ്പോൾ നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് പോവാം കേട്ടാ. ഈ ഒരു സാഗർ മൊത്തം ഒരു റൗണ്ട് അടിച്ചിട്ട്. ചേട്ടാ ഇതാണ് നമ്മുടെ ഭോപ്പാൽ റൂട്ട് കേട്ടോ. ഇവിടുന്ന് സ്ട്രൈറ്റ് പോയ ഭോപ്പാലിലേക്ക് 175 ഉണ്ടോ, 175 ആണോ. ഇപ്പുറത്തുള്ള പിന്നും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നിർത്തി നോക്കാം. നമ്മളിപ്പോഴേ മറ്റേ എന്താ പറയുക, ഈ നമ്മൾ നിന്നില്ല നേരത്തെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നേക്കാം. അതെ കണ്ട, ഇവിടെ കുറച്ച് വെള്ളം ഉണ്ട് കണ്ട. ഈ ഒരു ആംബിയൻസ് ഇവിടെ
കാരണം ദേ ഇവിടെയും അതുപോലെ ദേ ഈ ആൾക്കാർ നിൽക്കണില്ലേ, അതിൻ്റെ അപ്പുറത്തും ഇതാട്ടാ വെള്ളത്തിൻ്റെ ഏരിയ മൊത്തം. പക്ഷെ ആ സൈഡ് എന്ന് പറയുമ്പോൾ ഫുൾ പ്ലാസ്റ്റിക് ഇതൊക്കെയാണ് മൊത്തത്തിൽ. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവും കുറച്ച് വെള്ളം. പിന്നെ കണ്ട ഇവിടെ ഈ നേരെ തന്നെ എവിടെ നോക്കിയാൽ ഇവരെ വഞ്ചിയുടെ ഷേപ്പ് കണ്ട നമ്മുടെ അവിടുത്തെ പോലത്തെ വഞ്ചി പോലത്തെ അല്ലേ കേട്ടോ. ഇപ്പം മുങ്ങും എന്ന് പറയുന്ന പോലത്തെ വഞ്ചിയിലെ കണ്ട ഒരു സ്ക്വയർ ടൈപ്പ് സംഭവം മൊത്തത്തിൽ. സിമ്പിള് മീൻ പിടുത്തോ അവരുടെ. ആ ഒരു വെറൈറ്റി സാധനല്ലേ. അപ്പം അങ്ങനെ കാര്യങ്ങൾ കണ്ടാ നമ്മൾ സൂം ചെയ്ത് എടുക്കണാനാണ് ക്ലാരിറ്റി പോണേ. ഇവിടെ ഉണ്ട് ഈ സൈഡിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ആ വഞ്ചിയുടെ പ്രത്യേകത ഉണ്ടോ, വഞ്ചി സ്ക്വയർ ടൈപ്പ് വഞ്ചി, നമ്മുടെ അവിടുത്തെ പോലെ ഒരു കർവ് ടൈപ്പ് അല്ല. അപ്പോൾ കേരളത്തിലെ പോലെ അല്ല ഇവിടെ മധ്യപ്രദേശിലത്തെ കണ്ടോ. ഇവിടെ ഈവനിങ് ടൈമിൽ കണ്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യണമെന്നും അതുപോലെ കളിക്കുന്ന ടൈമാ. നോക്കിയാൽ ഒരു ചേട്ടൻ നിന്ന് ചെയ്യണേ കണ്ട. നമ്മുടെ സ്നേഹതീരൊക്കെ പോവില്ലേ, സ്നേഹതീരത്തിൻ്റെ ആംബിയൻസ് ഒക്കെ ഇവിടെ അല്ലേ. സ്നേഹതീരത്തിൻ്റെ ഒരു ആംബിയൻസ് ഇല്ല ഇവിടെ മൊത്തത്തിൽ. നമ്മള് നമ്മളവിടെ കാശെടുത്ത് കഷ്ടപ്പെട്ട് ജിമ്മിന് ഉണ്ടാക്കി വെച്ചേക്കും വരും. നമ്മുടെ ഇവിടെ എത്തും ഈ സംഭവം ഒക്കെ. കാരണം നമ്മുടെ സ്നേഹതീരം ഭാഗത്തൊക്കെ ഇല്ലേ അതുപോലെ ഇവിടെയും കണ്ടില്ലേ ആംബിയൻസ് ഉണ്ട് ഈ സ്ഥലം കണ്ടാ. ഇവിടെ ആണെങ്കിൽ ഓടി നടന്നിട്ടാ ചെയ്യണവരൊന്ന്. പിന്നെ ഈ നേരെ കാണുന്നത് ഭോപ്പാൽ റൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് 173 കിലോമീറ്റർ ഉണ്ട് ഈ ഭോപ്പാൽ റൂട്ട്. നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. കാരണം ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് നടക്കാം കണ്ടാ. ഈ 1/2 കിലോമീറ്റർ അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാനൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് ആ ചായക്കടയിൽ എന്തെങ്കിലും കുടിച്ച് അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് കഴിച്ചിട്ട് പോവാം. പിന്നെ നമുക്ക് നമ്മുടെ റൂമിൻ്റെ അവിടെ പോയിട്ട് സ്ട്രീറ്റ് ഫുഡും അതുപോലെ ഫാഷൻ സ്ട്രീറ്റും കാണാം. എല്ലാ സ്ഥലത്തെ ഫാഷൻ സ്ട്രീറ്റും ഫുഡ് ഏരിയയും നമ്മൾ കവർ ചെയ്യാനുള്ള പരിപാടി കേട്ടോ ഈ ഒരു എപ്പിസോഡുകളുണ്ട്. ഓക്കെ, ആംബിയൻസ് ഉണ്ട് അവരുടെ കണ്ട. ഇവിടെ നിറച്ച് വെള്ളം ഉണ്ടാകണ്ട. ഈ പച്ച കളർ കാണണ്ട, ഈ പച്ച കളർ കാണുന്ന അവിടുത്തെ വെള്ളമാണ്. ഞങ്ങൾ ഇന്നലെ ഫോട്ടോസ് നോക്കി അപ്പം കണ്ടതാ കണ്ട. സൈഡിൽ നിന്ന് ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, മൊത്തം നല്ല ആംബിയൻസ് കണ്ട. ഇവിടെ ഇരിക്കാം, ചായ കിട്ടുമ്പോൾ ഇവിടെ നിന്ന് കുടിക്കുക, സിമ്പിളല്ല നോക്കിയാൽ. പക്ഷെ വെള്ളം വേണമായിരുന്നു, അതാ ഞാൻ പിന്നെയും പറയണം. വെള്ളം ഉണ്ടെങ്കിൽ ഇവിടുത്തെ വിഷ്വൽസ് ഭയങ്കര ഇമാവുള്ളൂ ശരിക്കും. എവിടെ ഇവിടെ ഇരുന്നോറാ സ്പോട്ടല്ലേ ശരിക്കും ഇത്. ആരും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം ആരും ഹെൽമെറ്റ് യൂസ് ചെയ്യണില്ല, ബാക്കിലും ഇല്ല ഫ്രണ്ടിലും ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും ഒരു ഹെൽമെറ്റ് കരുതിയിട്ടുണ്ട് ഒരെണ്ണം. മെയിനായിട്ട് വേസ്റ്റ് വരാൻ കാരണം വെച്ചാൽ ഈ ചായക്കടകൾ കണ്ടോ, ഈ ചായക്കടകൾ ഇവിടെ നിന്നൊക്കെ എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാക്കിലേക്ക് ഒരു എറിയില്ല. അത് കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് വരുന്നത് എന്താ മനസ്സിലല്ലേ അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഇവൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞൊരു പാലം കണ്ടിട്ടുണ്ട്. പാലാണ് എന്താണെന്നറിയില്ല, ഒരു പാലത്തിൻ്റെ ആംബിയൻസ് ഉള്ള സ്ഥലം പോലെ കണ്ടിട്ടുണ്ട്. അവിടേക്ക് വേണ്ടി പോയിട്ട് നമുക്ക് റൂമിൽ പോവാം, റൂമിൻ്റെ അവിടേക്ക് പോവാം. കണ്ട അതെ ഇവിടേക്കും വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉള്ളൊരു നിറച്ച് പൊടിയിട്ടിരിക്കുക കണ്ട. സമൂസയും അതുപോലെ വേറെ എന്ത് മസാല വടയും തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ സാധാരണ ചാട്ടുകൾ ഉണ്ടാക്കണ്ട അവിടെ ആള്. ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനം ആരും വെക്കണാണല്ലോ കേട്ടോ ഒരാളും. നമ്മളെന്തോ ഭയത്തിന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് കണ്ടോ. പൊട്ടിയടിച്ച് ഉണ്ടേണ്ട് കേട്ടോ. ചേട്ടാ ഇതാണ് ഇവിടുത്തെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് വ്യൂ. അത് ഇതാട്ടാ കണ്ട ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പ് കണ്ട. അവിടെ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഭോപ്പാൽ റൂട്ടിക്ക് കുറച്ചും കൂടി നീങ്ങാം. ഒരു 2 കിലോമീറ്റർ കൂടി നീങ്ങി കഴിഞ്ഞാൽ കാണാം. പൊടിയുടെ അങ്ങേറ്റത്തേക്ക് പൊടി അടിക്കണേട്ടാ സത്യം പറയണെങ്കിൽ. കോടമഞ്ഞ് പോലെ തോന്നണല്ലേ, പക്ഷെ കോടയൊന്നും അല്ലാണ്ടത് പൊടി. നാടിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ കണ്ടോ. പക്ക നമ്മുടെ നാട്ടിലത്തെ പാടം പോലെ ഇപ്പോൾ തോന്നണത്. കാരണം അവിടെ പുല്ലും അതേപോലെ എന്താ പറയുക നിറച്ച് പൊടിയാ. പിന്നെ ഇവിടെ നമുക്ക് ഇവിടേക്ക് ഒന്ന് കടന്നു നോക്കാം. കാരണേ ശരിക്കും നമുക്ക് ചെറിയൊരു ഇത് പറ്റി, അമളി പറ്റിയെന്ന് പറയണ പോലെ ഈ അവസ്ഥ. നമുക്ക് ഇവിടെ വന്നാൽ ഒന്നും കിട്ടിയില്ല. കാരണം ഇവിടെ കണ്ട ഇവിടെ മൊത്തം പുല്ല് വളർന്നേക്കാ. ഇത് കണ്ട ഇത് കൂടെ ഒക്കെ വെള്ളം പാസ് ചെയ്യണ ഏരിയ കേട്ടാ. ഇപ്പോൾ നോക്ക് നിറച്ച് ചേറും വൃത്തികേടായി എടുക്കാം മൊത്തത്തിൽ കണ്ട. അപ്പോൾ സാഗറിൽ അതിനെ കൂടുതലായിട്ട് വേറെ ഒന്നും കാണാനില്ല. കാരണം സാഗറിൽ മെയിനായിട്ട് ഈ ലൈക്ക് വ്യൂസ് ഉണ്ട്. അതുപോലൊരു രഹ്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ അമ്പലങ്ങളുണ്ട്. അത് ഇവിടെ നിന്ന് 35-45 കിലോമീറ്ററാണ്. നമ്മൾ വന്ന വഴി തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വന്നത് കവർ ചെയ്തത് ഒരു
2 മണി പുലർച്ചെ 1:30-1:45 നേരത്താണ് ദഹലി കവർ ചെയ്തത് പുലർച്ചെ. അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ചെറിയൊരു ലൊക്കേഷൻ തെറ്റിലുണ്ടായി ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ കാട് വഴികളൊക്കെ. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നാഗ്പൂരിൽ നിന്ന് നമ്മൾ റൂട്ട് വേറെ കയറി. അവിടെ എന്തോ ട്രാഫിക് ജാമായിട്ട് വേറെ ഷോർട്ട് കട്ട് കയറിയതാണ്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തത് മൊത്തം ഈ ജബൽപൂർ എന്ന് പറഞ്ഞ വഴി കണക്ട് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എത്തിയതാണ്, സാഗറിലേക്ക്. അതാണെങ്കിൽ 100-120 കിലോമീറ്ററിൻ്റെ അടുത്ത് ഫുൾ കാടാണ്. അത് കാരണം 9:10 മണിക്ക് എത്തണം നമ്മൾ സാഗറിൽ റീച്ച് ചെയ്യണം. നമ്മൾ എത്തിയത് കറക്റ്റ് 1:30-2 മണിയായി. അപ്പോൾ ഭയങ്കര ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഇന്നലെ കിട്ടി. തലവേനയ്ക്ക് എടുത്ത് തുടങ്ങി. നല്ല തണുപ്പിൻ്റെ ഇടയിലാണ് വന്നത്. പിന്നെ ഭയങ്കര ഡേഞ്ചർ വഴികളായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് എത്തിയത്. കണ്ടാ ഇവിടെ മീനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്നും മനസ്സിലാവില്ലേ. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. കേട്ടാ പിലോപ്പി എന്നുണ്ട്. പിലോപ്പി വേക്കാമ കട്ട്ല പിലോപ്പിയിലാട്ടോ കട്ട്ല. ഇവിടെ സ്പോട്ടിൽ മീൻ പിടിച്ചിട്ട് മറ്റേ വെട്ടി കൊടുക്കുന്ന പരിപാടി ഉണ്ട്. കട്ട്ല സെയിം നമ്മുടെ അവിടുത്തെ സെയിം ഫീലിംഗ്. പക്ഷേ കട്ട് ചെയ്ത് കൊടുക്കില്ല. നമ്മുടെ അവിടെ വലയിട്ട് പിടിച്ചു കൊടുക്കും. പക്ഷേ നമ്മുടെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്പോട്ടില്ലല്ലോ. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നമ്മുടെ അവിടുത്തെ പോലെ സെയിം മീനുകളൊക്കെ അറിയാം. റോഹു, കട്ട്ല, പിലോപ്പി, പിന്നെ ചില ഒരു സ്ഥലത്ത് തിലോപ്പി എന്ന് പറയുന്നുണ്ട്. അതേതാ മീനെന്നറിയില്ല. അവർ പിലോപ്പി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പോവാട്ടോ, കാരണം ഇരുട്ടായി തുടങ്ങി, തണുപ്പ് മൂടി തുടങ്ങി കേട്ടോ. ഇവിടെ കണ്ട 5:15 അപ്പളും കണ്ട ക്ലൈമറ്റ് മാറിയത്. ഒറ്റയടിക്ക് ഇരുട്ടായി കണ്ട. 5:15 ഇരുട്ടാട്ടേക്ക് കാണണേ. പെടപെടാഞ്ചിട്ടാ ഇരുട്ട് വരണേ, കയറി വരണേ. ജോൺസ് പോവാടാ. ഈ റൈറ്റിക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂമിന്റെ ലൊക്കേഷൻ എത്തിട്ടാ. ഇതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണെന്ന് മൊത്തം കേട്ടാ. ട്രാഫിക്കിന്റെ കളികൾ തുടങ്ങിയിട്ടാ. ചേട്ടാ നമ്മളപ്പോ തുടങ്ങാൻ പോവാട്ടോ. നമ്മുടെ റൂം ഇതാട്ടാ. കണ്ടാ നമ്മൾ സിറ്റിയിൽ തന്നെ റൂം എടുത്തണേ. കണ്ടാ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോണു. എന്നിട്ട് നമുക്കിനി നമ്മുടെ ഈ സ്ട്രീറ്റ് മൊത്തം ഒന്ന് കവർ ചെയ്യാം. കാരണം നമ്മൾ ഓവറായിട്ട് കാണിക്കില്ല. നമ്മളെപ്പോഴും സ്ട്രീറ്റും ഫുഡും കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ട് ഒന്ന് നടത്തും അങ്ങോട്ട് വിടും. ഇനി അങ്ങോട്ടേ മാസ്കിലാണ് പറ്റില്ല. കാരണം മെയിനായിട്ട് കൊറോണനേക്കാളും കൂടുതൽ ഇവിടെ പൊല്യൂഷനാണ്, പിന്നെ കൊറോണ. ഇവിടെ മാസ്ക് അങ്ങനെ വെക്കുക ആരും കുറവാട്ടോ, ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ 2 കാരണമുണ്ട്. മെയിനായിട്ട് കൊറോണ, പിന്നെ പൊല്യൂഷൻ. അപ്പോൾ നമുക്ക് തുടങ്ങാൻ. ഇവിടെ നിങ്ങളുടെ മൊത്തം നമ്മുടെ ഇതിൻ്റെ ഏരിയ കേട്ടോ. എന്താ പറയുക, കപ്പലണ്ടി, കടലകൾ, ഐറ്റംസ് മൊത്തം കണ്ടാ. ഇവിടുന്ന് ഇതൊക്കെ ഫേമസ് ആണ് ഇവിടുത്തെ ഐറ്റംസുകൾ കണ്ടാ. ഉള്ളൊരു ചോട്ടാ മാർക്കറ്റ് ഇവിടെ. അതേടാ അവിടെ ഉണ്ടാ. നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ട്. വാ നോക്കിയാണ് നടക്കാൻ സാർ. ഇതേട്ടാ ഇതൊക്കെ ഫുഡിൻ്റെ ഐറ്റംസുകളാട്ടാ. കണ്ടാ ഒക്കെ ഈ പറഞ്ഞ പോലെ പൊറോട്ട, അതുപോലെ ഇഡ്ഡലി കണ്ടാ, നാടൻ ഇഡ്ഡലി, അങ്ങനത്തെ ഐറ്റംസ്. നല്ല തിരക്കാട്ടോ ഇവിടെ. കാണാ ഇവിടെ ഒക്കെ ചാട്ടിൻ്റെ ഏരിയകളാണ് മൊത്തം. പിന്നെ ചാട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, സെയിം ചാട്ടിൽ തന്നെ എല്ലാം. ഒക്കെ ഈ പറഞ്ഞ പോലത്തെ അവസ്ഥകൾ കേട്ടോ. കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല, കാരണം ഈ ചാട്ട് മസാലയാണ് ഈ സെക്ഷൻ മൊത്തം. ചാട്ട് മസാല നമ്മൾ ബാംഗ്ലൂർ കാണിച്ചു, ഹൈദരാബാദ് കാണിച്ചു, നാഗ്പൂർ കാണിച്ചു, മിക്ക സ്ഥലത്തുണ്ട്. പിന്നെ ഈ മെയിനായിട്ട് നോർത്ത് കേരളയിലെ പ്രത്യേകതയാണ് ചാട്ട് മസാലകളുടെ വെറൈറ്റികൾ. പിന്നെ ഇതേട്ടാ പശു. ഈ പശുവിനാണ്ടാ നമ്മളത് ഇന്നലത്തെ എപ്പിസോഡിലുണ്ടല്ലേ, നിറച്ച് പശുക്കളാടാ. പശുക്കളുടെ ബഹളമായിരുന്നു ഇന്നലത്തെ വഴിയിൽ. എപ്പോൾ വേണമെങ്കിൽ ക്രോസ് ചെയ്യാം നമ്മുടെ മുമ്പിൽ കൂടെ പശുക്കൾ. അങ്ങനെ ഭയങ്കര ഡേഞ്ചർ ആ വഴിട്ടാ. എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ മുമ്പിൽ കൂടെ 2 ചാടി. പക്ഷെ നമുക്ക് ആ ടൈമിൽ ഫോൺ അല്ലെങ്കിൽ ഗോപ്രോ ഓണാക്കാൻ പറ്റിയില്ല. പക്ഷെ പതുക്കേനെ പോയാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കാരണേ ഹോണടി കാരണം ഒന്നും കേൾക്കാണ്ടാവില്ല എന്ന് എനിക്കറിയാട്ടാ. ഞാൻ പരമാവധി ഒക്കെ ഒച്ചത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പശുക്കളെ ശ്രദ്ധിക്കാൻ ഓർത്തേക്ക് കയറുമ്പോൾ എല്ലാവരും കേട്ടോ. ഒന്നുമില്ല, ഇത് ഈ മറ്റേ ഐറ്റംസുകളാ, മസാല ഐറ്റംസ് ഇല്ലേ കണ്ടാ. ഭയങ്കര തിരക്കാട്ടാ കടയിൽ. വീഡിയോ പണ്ടേ കേട്ടാ. മാസ്ക് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടാ. ഇവങ്ങനത്തെ വീഡിയോ എടുക്കുന്ന കാര്യത്തിലേക്ക് ഒരു ഫുൾ സപ്പോർട്ടാട്ടാ. പിന്നെ നമ്മളൊന്നും കഴിച്ചു നോക്കണില്ല, കാരണം വയറിന് എന്തെങ്കിലും പറ്റിയാലേ പിന്നെ അങ്ങോട്ട് പണി പോളൂ. അത് കാരണം കഴിക്കാത്താട്ടാ. പാനിപൂരിനെ പല പല കണ്ട അവർ കഴിക്കുന്ന ഒരു രീതി കണ്ടോ.
ബാംഗ്ലൂരും കണ്ടില്ല നമ്മളിതുപോലെ, അതുപോലെ ഹൈദരാബാദും ഒന്നുമില്ല ചേട്ടാ. ആണോ എന്താ സ്പീഡ് അവൻ്റെ സ്പീഡിനെ കാശ്. ജോൺസ് വിട്ടാലോ നമുക്ക്? പാനിപൂരിയുടെ ഇങ്ങനത്തെ വെറൈറ്റി നമ്മൾ കണ്ടല്ലോടാ, ഫസ്റ്റ് ടൈം ആട്ടാ. എനിക്ക് തോന്നണ അതിലൊരു 7 തരം ഫ്ലേവർ വെള്ളമുണ്ട് ശരിയാ. 7 ഉരുളിയും എന്താ പറയാ ഭരണി വെച്ചിട്ടുണ്ട്, ഭരണി. ആ 7 ഭരണിയിലും ഈ പറഞ്ഞ പോലെ ഇതുണ്ട്, പല പല ഫ്ലേവേഴ്സ് ആട്ടാ. മൊത്തം 7 ടൈപ്പിൽ ഫ്ലേവേഴ്സ് കയറി പോവാ. 7 ടൈപ്പിലുള്ള എന്താ പറയുക ഫ്ലേവേഴ്സ് ഉണ്ട് അതിൽ. എന്താല്ലേ എന്തെങ്കിലുമൊക്കെ ഫുൾ ആ കടയിലാണെങ്കിൽ ഭയങ്കര തിരക്ക്, രക്ഷിക്കാ തിരക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് സാധാരണ നമ്മുടെ ഫാഷൻ സ്ട്രീറ്റ് സ്റ്റാർട്ടാട്ടാ. ഫുള്ള് ഡ്രസ് ഐറ്റംസുകളാണ് കണ്ട മൊത്തം. ഇതിന് സാഗർ സിറ്റിടാ. 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ സ്ട്രീറ്റ് വ്യാപിച്ചു കൊടുക്കുക. അത്രയൊന്നും കവർ ചെയ്യാൻ നമ്മളോട് പറ്റില്ല. നമ്മളൊരു 1.5 കിലോമീറ്റർ ഇപ്പം നടന്നിട്ടുണ്ട് ഫുഡിൻ്റെ ഏരിയ കൂടെ. ഫുഡിൻ്റെയും ഈ പറഞ്ഞ പോലെ മറ്റേ കപ്പലണ്ടി ഇതില്ലേ അതൊക്കെ പരമാവധി നമ്മൾ ഈ സ്ട്രീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് 10 കിലോമീറ്ററൊക്കെ പോയിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ജോൺസേ? കാരണം നമ്മൾ 2 സ്ഥലത്ത് കാണിച്ചത് ഓൾറെഡി, പിന്നെ തന്നെ കാണിച്ചുകൊണ്ടിരുന്ന ബോറിംഗ് അല്ലേ. ഇതെന്താണെന്നൊന്നും മനസ്സിലാവണില്ല ചേട്ടാ. നിങ്ങൾക്ക് മനസ്സിലാവണോ എഴുതും? ഏക്കായോ ആൻറ്റി? सिंगाड़ा मीन्स क्या है? काला में होता है। काला सिंगाड़ा है। सिंगाड़ा 20 के 20 है, 25 ले ले भाई। സിംഗാളാടാ സിംഗാള. आप कहाँ गए भाई? ഇത് കണ്ട, ഇതൊരു ടൈപ്പിൽ കായ നമ്മുടെ മറ്റേ ഞാവലൊക്കെ ഇല്ലേ, ഞാവല് ആ ടൈപ്പ് കേട്ടാ. ले लो। कितने कैश? 20 के 20 है, 25। ആ 20 രൂപയ്ക്ക് 15 എണ്ണം കിട്ടൂടാ, 15 എണ്ണം. എന്താന്ന് കഴിച്ചു നോക്കാൻ ഒരു എയിമില്ലോ. കാരണം സൈഡിൽ വെച്ച് കടിച്ചു നോക്കി, ജോൺസ് കടിച്ചു നോക്കി. പുളിയല്ലടാ. ആ പുളി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നിട്ടാ ചേമ്പിന്റെ പോലത്തെ സാധനം അത് ഇട്ടിട്ടേ ആ അതന്നെ ഐറ്റം. പക്ഷെ എന്നിട്ട് ടേസ്റ്റിങ് പിടിച്ചില്ലേ. ഞാൻ ആദ്യം ഞാവലാന്ന് വെച്ചാൽ ഞാവല്, അപ്പൊ പിന്നെ കഴിക്കാൻ തോന്നി. പിന്നെ ഞാവലല്ല, സൂക്ഷിച്ചു നോക്കിയപ്പോൾ വേറെ എന്തോ പേര് പറഞ്ഞു. ട്രാഫിക്കിന്റെ 5 കളിയായിട്ട് അവിടെ രക്ഷയില്ല. പിന്നെ മെയിനായിട്ട് നോർത്ത് സൈഡിൽ വരുമ്പോൾ ഈ സിറ്റികൾ കയറുമ്പോൾ മെയിനായിട്ട് ഇതാണ് ഏത് ട്രാഫിക് ആണോ. ട്രാഫിക്കിൻ്റെ മെയിൻ ഗല്ലികളാണ് ഈ നോർത്ത് കയറി കഴിഞ്ഞാടാ. ബാംഗ്ലൂരിൽ നിന്ന് ഒന്നല്ല ഹൈദരാബാദിന് മുമ്പിൽ, ഹൈദരാബാദിൽ നിന്ന് ഒന്നല്ല നാഗ്പൂരിന് മുമ്പിൽ. നാഗ്പൂരിനെ അലക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ട്രാഫിക്. ഇവിടെ ചെറിയൊരു സിറ്റി ആട്ടത്, പക്ഷെ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. കണ്ടാ ഇവിടെയൊക്കെ ഈ ഇലക്ട്രിക് ഐറ്റംസ്, അതുപോലെ സ്റ്റൗവ്, പിന്നെ എന്താ പറയുക അത്തറുകൾ, ലേഡീസ് വെയേഴ്സൊക്കെയാണ് നിറച്ച്. നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ കേട്ടോ. നോക്കി കിടന്നോ ജോൺസേ, അല്ല വണ്ടി കൊണ്ടു കേട്ടോ. ഇതേടാ ഇത് മയിൽപ്പീലിയുടെ ഐറ്റംസ് ഉണ്ടാ. 30 രൂപ ഒരു മയിൽപ്പീലിക്ക്. ഇതൊക്കെ കണ്ട ഈ നേരെ ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും. 1/2 കിലോമീറ്റർ ഉണ്ടാവില്ലടാ. പിന്നെ 1/2 കിലോമീറ്റർ നേരെ കാണുന്നത് മൊത്തം സ്ട്രീറ്റ് ആട്ടാ. ഫുള്ള് ഈ ഡ്രസ്സിൻ്റെ മാത്രം ഐറ്റംസ്. ഡ്രസ്സ്, അതുപോലെ ഇതാ ഇങ്ങനത്തെ ഐറ്റംസുകൾ. പിന്നെ കൊറോണ, ഇതാ നേരത്തെ കണ്ട സെയിം സാധനം കേട്ടോ. പിന്നെ കൊറോണന് ഒരു ഇതില്ലാത്തവർക്ക് ഒരു കൂസല്ലാത്ത പോലെ കൊറോണനെ ഇത് ചെയ്യണവർ. മൊത്തം ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റുകളാണ്, ഫാഷൻ സ്ട്രീറ്റുകൾ ആണോ. ഒക്കെ ഈ ഡ്രസ്സിൻ്റെ ഏരിയകളാണ്. പഞ്ഞിമിഠായി ഇത് ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് തിന്നാം. നോക്കിയാൽ നിങ്ങൾ പഞ്ഞിമിഠായി കണ്ട, പഞ്ഞിമിഠായി പിന്നെ ധൈര്യമായിട്ട് തിന്നാ ജോൺസ് പറയണേ. പൊടിയെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. വെള്ള കളറൊന്നും അല്ല ഇരിക്കണേ, ഒന്ന് ഓഫ് വൈറ്റ് കളറിലാ പഞ്ഞിമിഠായി ഇരിക്കണേ. ഇതേ കണ്ട ഒക്കെ ഡ്രസ്സിൻ്റെ കല്യാടാ. ജോൺസ് കൂടുതലും പോകണ്ടാ. നമ്മൾ അന്ന് കവർ ചെയ്തത് തന്നെ സെയിം സാധനങ്ങൾ കണ്ട. ഇവിടെ കിടക്കി ഉണ്ടാക്കണ കണ്ട. പിന്നെ കിടക്കയുടെ ഉണ്ടാക്കൽ സെറ്റപ്പ് കേട്ടോ. ഫുൾ എക്സ്പീരിയൻസ് ആൾക്കാരാണ്ട. പിന്നെ കൂടുതലായിട്ടൊന്നും ഇല്ല, കാരണം മൊത്തം ഇനി അങ്ങോട്ട് ഇതാ ഫുൾ ഡ്രസ്സും കിടക്കയും ജാക്കറ്റ്സും ഒക്കെ അങ്ങനെയാണ്. അത് തന്നെ നമുക്കിനി ഫുഡിൻ്റെ വെറൈറ്റികളൊന്നും ഇല്ല ഇനി ഇവിടെ. നമുക്ക് നൈസായിട്ട് വീട്ടിൽ കയറാം, എന്നിട്ട് കുറച്ച് എഡിറ്റിങ്ങും ഉണ്ട്, അതുപോലെ ഉറക്കം. നാളെ രാവിലെ 7 മണി 8 മണിക്കുള്ളിൽ എനിക്ക് പോകും നമ്മൾ. ഇതൊക്കെ ഉണ്ടോ, ഒക്കെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് കേട്ടോ, ഒക്കെ ഡ്രസ്സിൻ്റെ ഐറ്റംസാണ്. भैया क्या है भैया? पताशा जॉन्स ये पताशा नहीं देते ना. ये भी है पताशा ना. ये खिलौना है. खिलौना ये वाला ये पैनी है. पैनी ये दे दो, एक ही दे दो. നമ്മളെന്തായാലും വന്നിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വെറൈറ്റി ഫീൽ ചെയ്തതാട്ടാ നമ്മുടെ വിക്സിൻ്റെ കണ്ടില്ലേ പോളോ,
അങ്ങനത്തെ ഒരു ലുക്കാ കണ്ട സെയിം. നമ്മൾ 10 ആഴ്ചത്തെ നോക്കില്ല കേട്ടോ. നീങ്ങണോ വണ്ടി എന്നിട്ട് ടേസ്റ്റ് നല്ല മധുരണ്ട്. ആ നമ്മുടെ ജിലേബിയിലെ സെറ്റപ്പ് പോലെ തന്നെ സാധനം. നോട്ടെ ഞാനെടുത്തോണ്ടോ കുറച്ച്. എന്താ പറയാ ഇപ്പൊ അയിനാസില്ല, അയിനാസിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ മൊത്തത്തില്. നാം ഫാനി തേനിലടാ ഫാനി കുഴപ്പമില്ല. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞു കേട്ടാ. ഫെനി കഴിച്ചു കഴിഞ്ഞു. ഫെനി എന്തുടെ പേര്? ഫാനി ഫാനി. ഇത് 10 രൂപയോടാ ഒരു പീസിന് 10 രൂപ ആണോ ഇവിടെ ഒക്കെ അതാ ഫേമസ് കണ്ടാ. ജോൺസ് നോക്കിയറാ ഫുള്ള് പേടകള്. പേടല്ലേ ഇത് മൊത്തം. ഇത് മറുപടി കാ ജാക്ക് എന്താന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. ഇത് നോക്കിയേ. किधर भैया ये क्या है? तिल बर्फी, तिली वाली बर्फी. അപ്പൊ ഈ തിലി വാലി ബർഫി ഒന്ന് അടിച്ചോ കേട്ടോ നമുക്ക്. ഇത് കണ്ട കപ്പലണ്ടി മിഠായി എന്നാ കേട്ടോ. കപ്പലണ്ടി മിഠായി ഉള്ളത് എന്താല്ലേ ഇവിടുത്തെ ആംബിയൻസ് നോക്കിയാൽ. പക്ഷെ ഈ കട വെച്ചാണ് ഇതൊരു ഓപ്പൺ ഏരിയ തന്നെ. പൊട്ടി അടിക്കേണ്ടത് ഈ കപ്പലണ്ടി മിഠായി മിക്കൊക്കെ. അതാണ് പ്രശ്നം. കറണ്ട് പോയി. ഞങ്ങളെ ഇത്രയും നീങ്ങിയിട്ട് നോക്കണേട്ടാ. കാരണം അവിടെ കറണ്ട് പോയി. ഇത് നോക്കണ എങ്ങനെയുണ്ടെന്ന്. നീന്നോ വണ്ടി കൊണ്ടുപോലെ ഞാൻ. അപ്പൊ ഇനി കൂടുതലൊന്നും കാണാനില്ല ചേട്ടാ. ഇവിടെ നമ്മൾ കുറച്ച് ഫുഡ് കണ്ടു, അതുപോലെ മാർക്കറ്റുകൾ കുറേ കണ്ടു. എല്ലാം നമ്മൾ വെറൈറ്റി ഉള്ളത് അടിച്ചു നോക്കണ്ടേ ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ നാളെ രാവിലെ എണീറ്റിട്ട് ഇവിടുന്ന് പോവാം. നാളെ രാവിലെ 7 മണി 8 മണി ഉള്ളിൽ എണീക്കണം. അപ്പോൾ നന്നായി ഇവിടുന്ന് ഉറങ്ങണം. അപ്പോൾ അതെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. ഇനി ചിലപ്പോൾ ഇത് 2 എപ്പിസോഡായിട്ട് കാണാൻ ചാൻസ് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഇതും നാളത്തെ ആഗ്ര എത്തണം റീച്ച് ആവണതും ചിലപ്പോൾ ഒരു എപ്പിസോഡും കാണാം. ഓക്കെ, അപ്പോൾ റൂമേ പോണ്. ഇനി ഫുഡ് അടിയൊന്നും കാണിക്കില്ല, സാധാരണ ഫുഡ് തന്നെയാണ്. അവിടെ ചോറും ദാലികറി ഉണ്ട്. അപ്പോൾ അത് സ്പെഷ്യൽ എന്നല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചാനലിൻ്റെ പേര് ആരും മറക്കരുത് കേട്ടോ. സ്മൈൽ ബിഗിൻസ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ, ഞങ്ങളുടെ ചാനൽ. ഓക്കെ, ഇതാ ഇപ്പോൾ സമയം 4:28 ആയിട്ടുള്ളൂ. അതായത് 4:30 ആയിട്ടുള്ളൂ. നമ്മൾ പരമാവധി നേരത്തെ ഇറങ്ങുന്ന പരിപാടിക്ക് നന്നായി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഒരു 10-11 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോവാണ്. ഓർക്കഷനൊക്കെ പരമാവധി മാറ്റി വെച്ചിട്ട് നമ്മൾ പോണേ. കാരണം കുറച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് കയറാൻ പറ്റില്ല മുകളിലേക്ക്. അപ്പോൾ ഇനി നമ്മളിത് ഇവിടെ നിന്ന് നേരെ ആഗ്രയിലേക്ക് പോണ്. അപ്പോൾ ഇനി ആഗ്ര കാഴ്ചകളായിട്ട് കാണാം കേട്ടോ. ഇന്ന് ഒരു ഉച്ചയ്ക്കുള്ളിൽ നമ്മൾ ആഗ്ര റീച്ച് ചെയ്യാൻ വേണ്ടി ഇത്രയും നേരത്തെ കയറിയേക്കണേ. അല്ല പോണം നമ്മൾ മെയിനായിട്ട് കേട്ടോ. ഓക്കെ ജോൺസൺ പോലെ അപ്പോൾ ഓക്കെ, നമുക്കിനി ആഗ്ര കാഴ്ചകളായിട്ട് കാണാം കേട്ടോ. ഓക്കെ ചേട്ടാ, ഇവിടെ ഈ നേരത്തും കണ്ട ആരുമില്ല. നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടില്ലേ ഈ നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ തിരക്ക്. ഇപ്പോൾ 5 മണി ആവണല്ലോ കേട്ടോ. നമ്മളിതേ പോവാം മെല്ലെ. ജോൺസേ പോവല്ലേ? തണുക്കുണ്ടല്ലേ നൈസായിട്ട് കുറച്ച്. അപ്പോൾ ഇനി റൂട്ടിൽ കാണാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട്. 4:30 കഴിഞ്ഞിട്ടുണ്ടോ? 4:30. നല്ല തണുപ്പായി തുടങ്ങി, നല്ല തണുപ്പ്. ആ പോണ വണ്ടിയിൽ നിന്ന് പാട്ട് കേൾക്കണുണ്ടോ? ഉറങ്ങാണ്ടിരിക്കാനാട്ടാ. പാട്ട് കേട്ടാൽ തന്നെ ഉറങ്ങി പോവും. ഇപ്പോൾ സാഗരയിൽ നിന്ന് നീങ്ങിയിട്ട് 50 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. 50 കിലോമീറ്ററും കഴിഞ്ഞത് ഹൈവേയിൽ ഒരു പക്കത്ത് നിൽക്കുക. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് പോകുള്ളൂ. ഇനി 1 മണിക്കൂറിൽ 1/2 മണിക്കൂറിലും. കാരണേ തണുക്കുണ്ട്. അതുപോലെ എന്താ പറയുക, ഉറക്കം വരുന്നുണ്ട്. സത്യം പറയാലോ, നമ്മൾ എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞ കാര്യമില്ല, ചെറിയൊരു ഉറക്കം വരും. ഫുൾ തണവല്ലേ റോട്ടിൽ. അങ്ങനെ ജോൺസ് എന്താ ചായ കുടിക്കില്ല നീ? ചായ തണവ് എൻ്റെ പൊന്നു പോലെ എളുപ്പമല്ല. ഗ്ലൗസ് ഒക്കെ നല്ല ഗ്ലൗസ് വാങ്ങിച്ചിട്ടോട്ടാ. ഞങ്ങളുടെ ഗ്ലൗസ് വലിയ ഉള്ളിക്കൊക്കെ തണവ് അടിച്ചു കയറുക. കൈ ശരിക്കും മരവിക്കുന്നു. അത് പറഞ്ഞത് കറക്റ്റ് ആട്ടോ. കാരണം ഞങ്ങളുടെ ഗ്ലൗസ് വാങ്ങിയത് ശരിയില്ല.
ഞങ്ങൾ ഇത്തിരി വില കുറവിൻ്റെ വാങ്ങിയത്. അവരെന്നെ പറയുകയും ചെയ്തത് വില കൂടുതലാണ് കുറച്ചും കൂടി കംഫർട്ട്. അപ്പം എനിക്ക് കയറുന്നതനുസരിച്ച് തണുപ്പ് കൂടി തുടങ്ങുന്നുണ്ട്. കൈമയ്ക്കാണെങ്കിൽ തുളഞ്ഞ് കയറാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും ഡൽഹി എത്തുമ്പോഴേക്കും ഒരു ഗ്ലൗ വാങ്ങേണ്ടി വരും ഇങ്ങനെ പോകണമെങ്കിൽ. അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം. ഓക്കെ. നല്ല ചൂണ്ടിലും പൊളിയാ നല്ലതാണോണ്ടല്ലേ വണ്ടി നിർത്തിയപ്പോൾ തന്നെ കൂടണ. വണ്ടി നിർത്തരുതെന്നാ പറയാ ഇങ്ങനെ. പക്ഷെ നിർത്താണ്ടിരിക്കാനേ പറ്റില്ലേ. വണ്ടി കയറി ഒരു 10 മിനിറ്റ് സെറ്റാ. അപ്പോൾ നമുക്ക് പോവാട്ടാ. 1 മണിക്കൂർ നമ്മളിവിടെ റെസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടാ. 2 ചായ കുടിച്ചു കഴിഞ്ഞു. തണുപ്പൊന്ന് ശമിച്ചിട്ടുണ്ട്. അതുപോലെ ഉറക്കം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടാ. ക്ഷീണം. ഡോൺസെ പോവല്ലേ? അപ്പോൾ പോവാ. കാറിലൊക്കെ പോണ പോലെ ബൈക്കിൽ പോയിരുന്നിട്ടാ ഈ നേരത്ത്. കാരണം നല്ല തണുപ്പാ. നല്ല തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ജാക്കറ്റ് ഉണ്ടെങ്കിലും കാര്യമില്ല. നല്ല രീതിയിൽ തണുപ്പ് അടിക്കണ്ട ഉള്ളി. നമ്മൾ പോണ റോഡിലൊന്നും ആരും ഇല്ലട്ടാ. പിന്നെ പശുക്കള് ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റിൽ നോക്കിയാൽ എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നുണ്ടാ. കണ്ട വണ്ടി ഇടിച്ചിട്ടുണ്ടോ ലെഫ്റ്റില്. എന്താ പറയാ, ചായ കുടിക്കാൻ വന്നതാ പിന്നെയും. 2ാമത്തെ ചായ കേട്ടാ. കാരണേ തണുപ്പ് കൂടി തുടങ്ങി. അതെ. അപ്പോൾ അവിടെ കണ്ട സ്പെഷ്യലി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. വായിക്ക് ഇങ്ങനെ ആവാ. കണ്ട സ്പെഷ്യൽ കണ്ട. ഇതിന്റെ പേരൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അവർ ഭയങ്കര തിരക്കില്ല. ഒക്കെ ഒരു പേട ടൈപ്പ് ഇടാം മൊത്തം. കണ്ടാ ഇത് കണ്ടില്ലേ? അതുപോലെ ഇത് ഗുലാബ് ജാമുണ്ടോ ഇത് കണ്ടാ. പിന്നെ ബിസ്ക്കറ്റുകൾ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ലൈവില് ഇതുണ്ടാക്കുന്നുണ്ട്. ഏത് സമൂസ. അത് കാണിച്ചു കേട്ടാ. വീഡിയോ വേണ്ട. ചേട്ടാ ആളെ ഉണ്ടാക്കണ കേട്ടാ സമൂസ ഉണ്ടാക്കി വെച്ചാണ്ടാ സമൂസ. ഇത് വറുത്ത കഴിഞ്ഞാൽ സാധനം സെറ്റാ കണ്ടാ. ആളുണ്ടാക്കണണ്ടാ. भाई आपका नाम क्या है? इसका मेरा कमीरा? नहीं मेरा नाम है मेहरबान सिंह यादव. ഓ വലിയ പേരാട്ടാ. കണ്ടാ ഉണ്ടാക്കണണ്ട ആള്. സിമ്പിൾ സാധന കണ്ടാ. പിന്നെ ഒരു 5 മണി നേരത്തുള്ള തിരക്കട്ടാ. 5 മണിയല്ല 6:15 കണ്ടാ. ഓ അപ്പോൾ ചായ കുടിച്ചു. ബ്ലാക്ക് ടീ കുടിച്ചേ. മൂക്കി നോക്കി ഇതായി തുടങ്ങി. ജോൺസ് തണുക്കണ്ടാ? തണുക്കുണ്ടോന്ന്. ഇവിടെ ഇപ്പോഴും ഇട്ടന്നെയാടാ. 6 മണി ആവാറായി. ഇപ്പോഴും ഇട്ടാ. ആദ്യമായിട്ടാടാ ഇത്ര നേരത്തെ ഇറങ്ങണേ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ 8 മണി 9 മണിക്കൊക്കെ ഇറങ്ങാറ് സാധാരണ. ഇന്ന് പിന്നെ ഉച്ചയോട് കൂടിയിട്ട് ആഗ്രഹം കയറാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പം അങ്ങനെ തണുപ്പ് എപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ പോകുള്ളൂ ഇവിടുന്ന്. ജോൺസൺ എന്തായിടാ? ഫുള്ള് പുകമയ കണ്ടാ. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ എന്താ ചെയ്യണേന്ന് നോക്കിയിട്ട്. ഇതേ വണ്ടി ഫുൾ പവറാട്ടാ. സത്യം പറയാലോ ഇത്ര പ്രതീക്ഷയില്ല ഞാൻ പെർഫോമൻസ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങാട്ടാ. ഒരു മണിക്കൂർ കറക്റ്റ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇതേ ഇവിടെ കണ്ടാ. ഇപ്പോൾ കുറച്ചും കൂടിയും ആംബിയൻസ് ആയിട്ട് ഇവിടെ കണ്ടാ. അവിടുന്ന് സൂര്യൻ കയറി വരുന്നുണ്ട്. എവിടെ പോവാ നമുക്ക്? വിടാ. ഇത് നമ്മൾ കടാട്ടാ. നേരത്തെ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇരുട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പോണ കാഴ്ചകൾ കാണിക്കാം. നേരത്തെ ഫുള്ള് ഇരുട്ടായിരുന്നു. അപ്പോൾ ഇനി തെറിക്കാം കേട്ടോ. മിക്ക വണ്ടിക്കാർ ലെഫ്റ്റിലും റൈറ്റിലേക്കായിട്ട് വണ്ടി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങല്ല കേട്ടോ ഈ നേരത്ത്. അവരിത് ഞങ്ങളിത് ഈ പോണോട് കൂടി അവർ വണ്ടി എടുത്തേക്കണം. ഇത്ര നേരം വഴിയിലൊന്നും ആരും ഇല്ലായിരുന്നു. ഇപ്പോഴും കാണാനില്ല. പിന്നെ ഫുൾ തണുപ്പാട്ടാ റോഡിലുള്ളത്.
ശരിക്കും 8 മണി കഴിഞ്ഞാൽ കേട്ടോ ഈ വലിയ വണ്ടികളൊക്കെ ഒന്ന് കുറയാ. പിന്നെ നമ്മുടെ സാധാരണ കാറുകളും കൂടുതൽ വരാം. 8 മണി കഴിയണം പക്ഷെ, കാരണം ഇപ്പൊ ഒക്കെ വലിയ വണ്ടികളാണ്, റൈറ്റ് ലെഫ്റ്റിലൊക്കെ വലിയ വണ്ടികളാണ്. അങ്ങനെ നമ്മളിതേ ഒരു വ്യൂ കണ്ടപ്പോ നിർത്തിയതാ. കണ്ടാ വ്യൂ കാണിച്ചിട്ടേ, ഇതാണ് വ്യൂ. കണ്ടാ എന്നുണ്ട് കണ്ടാ നമ്മുടെ വണ്ടി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 258 കിലോമീറ്റർ ഉണ്ട് ആഗ്രയ്ക്ക്. കണ്ടാ ദേ അവിടെ സൂര്യൻ വരണാടാ, സൂര്യൻ കട്ടൊക്കെ ഉണ്ട്. വയ്യണ്ടായി, തണുക്കുണ്ട്. ഇവിടേക്ക് നല്ല തണുപ്പാട്ടാ, നിങ്ങൾ കാണുന്ന പോലെയല്ല. ജോൺസ് അതിനുണ്ടാ സ്ഥലം കാണാനുണ്ടാ, ഇത് കാണാനുള്ള സ്പോട്ടാ. ഇതൊരു പാലാട്ടാ, ഹൈവേലത്തെ. കണ്ടാ കണ്ടില്ലേ? അപ്പോൾ 10 മിനിറ്റ് ഞങ്ങളിത് എവിടെ തന്നെ നിൽക്കാട്ടാ. അതെ ഈ സൂര്യോദയം കണ്ടിട്ട് കണ്ടാ. അപ്പോൾ നമുക്ക് മെല്ലെ ഇനി നീങ്ങാം കേട്ടാ. വ്യൂ കണ്ടില്ലേ ഇവിടുത്തെ, വേറെ ലെവല് കേട്ടാ. അപ്പോൾ പോയാ സാർ വാ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് ഈ നേരത്ത് കാണുന്നത്. കാരണം നമ്മൾ ഈ നേരത്തെ എനിക്ക് ഡ്രൈവിങ് ഇത്തിരി കുറവാണ്. കാരണം ഉറക്കം തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് എനിക്ക് പോകും. അങ്ങനെ നമ്മളിത് നാസ്ത കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയേക്കട്ടാ. ഇവിടെ പൊറോട്ട പൊഹ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, പൊഹ. അതൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാട്ടോ. ഞങ്ങളത് അവിടെ സാഗറിൽ കിട്ടിയതാണ്. പക്ഷേ ആ ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. അതെ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. അതുപോലെ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് അടിക്കാം കേട്ടോ. കാരണം നമുക്ക് ചാർജിനും ചെയ്യണം. കാരണം ഗോപ്രോയിലത്തെയും എൻ്റെ ഫോണിലത്തെയും ഒക്കെ ചാർജ് കഴിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ ഇറങ്ങിയതല്ലേ. അപ്പോൾ എന്തായാലും ഫുഡ് അടിക്കാം. ജോൺസാ പോവാ ഫുഡ് അടിക്കാം. ഇതേട്ടാ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ജോൺസ് എങ്ങനെയുണ്ടാ കഴിച്ചു നോക്കി നീ? ഞാനീ ഫോണിന് ചാർജ് ചെയ്യാൻ പോയിക്കായിരുന്നു. എങ്ങനെയുണ്ടാ? പക്ഷേ ഊത്തപ്പത്തിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. പച്ചല ഇത് സോസാന്ന് പറഞ്ഞിട്ടല്ലേ. ഇങ്ങനെ എടുക്ക. ജിഞ്ചർ വേണ്ട. പൊറോട്ടയും അതുപോലെ സബോള, അതുപോലെ പനീറില്ലേ പനീർ, അത് അരച്ച് ചേർത്തൊക്കെ കണ്ട. അങ്ങനെ കണ്ടാ കഴിക്കുക. ഇങ്ങോട്ട് ഞങ്ങൾ ഇതൊക്കെ ഇട്ടോ. അപ്പോൾ കഴിക്കുക, ഇപ്പം തന്നെ കഴിക്കുക. നമുക്ക് പിന്നെ എന്ത് ഇറങ്ങും, അത് തന്നെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് കാണണല്ലേ നീ? അങ്ങനെ ഫുഡ് തണുത്തിട്ടേ ഇരിക്കാൻ പറ്റില്ല. വേറെ കേസ് തന്നെ തണുപ്പ് മാറിയിട്ടില്ല. ചെറിയൊരു തണുപ്പുണ്ട് നല്ല രീതിയിൽ. സത്യം പറയാലോ. പനീർ കാണണം, പനീർ അതെ കണ്ടാ. ഇതാണ് ഇവിടുത്തെ പനീർ. അങ്ങനെ ചാർജിങ് ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ടാ. അതായത് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോവാം. അല്ലെങ്കിൽ ആഗ്രഹത്താൻ ഉച്ച കഴിയും. ഓക്കെ പോവാം. നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള ചായ കുടിച്ച് നിർത്തുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഉറക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ തണുപ്പും കൂടുന്ന കാരണം കേട്ടാ. പിന്നെ വഴിയില് ഈ നേരത്തെ ഒന്നുമില്ല. ഇനി തൊട്ട് ഡൽഹി കാഴ്ചകളും ആഗ്ര കാഴ്ചകളൊക്കെയാ. നിങ്ങൾ മുകളിൽ കയറുന്ന ഒരു കളറാക്കി തരാം ഉറപ്പ്. ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആഗ്രഹിട്ടാ. ഇതിപ്പോ ആഗ്ര എത്തുമ്പോഴേക്കുള്ള സിറ്റിയാ. ആരും മാസ്ക് വെച്ചിട്ടില്ല, അതുപോലെ ഹെൽമെറ്റും വെച്ചിട്ടില്ല കേട്ടോ. പെട്രോൾ അടിക്കാൻ കരുതാട്ടാ. ഇനി ഇവിടുന്ന് കണ്ട, ഇവിടുന്ന് ഒരു 100 ചില്ലറയുണ്ട്. ഇനി ഇവിടുന്ന് 150 സംതിങ്. അപ്പം നമ്മൾ ജാൻസി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ജാൻസി കണ്ടാ, ഒരു രക്ഷയില്ല, ഭയങ്കര പൊടി റൂട്ടിൽ. ഈ കടല് കണ്ട, ഈ കടയിൽ ഈ ചെക്കനാട്ടാ മെയിൻ ഡാവ്, വേറെ ആരുമില്ല. നോക്കിയാൻ നമ്മുടെ അടുത്ത പിള്ളേർക്ക് എന്താ ചെയ്യണേ? നേരത്ത് പബ്ജി കളിച്ചിരിക്കുക. ആ മുമ്പിൽ കാണണ്ട, അത് ലെഫ്റ്റിലും റൈറ്റിലൊക്കെ കാണാം. പക്ഷെ നമുക്ക് മുമ്പിലാണ് കുറച്ചുകൂടി കാണാൻ പറ്റുക. കോടല്ലാട്ടാ, എന്താ പറയാ, മൊത്തം പൊടിയാ. ചെറിയൊരു തണുപ്പുണ്ട്, മൊത്തം പൊടി. പിന്നെ ബാക്കിയൊക്കെ
ലെഫ്റ്റിൽ നോക്കിയാൽ പശുക്കളുണ്ടല്ലേ, ക്രോസ് ചെയ്യണം കേട്ടോ, ഡേഞ്ചറാ. കിലോമീറ്റർ ആയിട്ട് ഇവിടെ ഫുൾ സ്ട്രെയിറ്റ് റോഡാടാ, ഒന്നും കാണാനില്ല. കാരണം മൊത്തം പൊട്ടിയിടിച്ചിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ മഞ്ഞു മൂടിയ പോലെ തോന്നണം കേട്ടോ. ആഗ്ര എത്താറായിട്ടാ നമ്മള്. 6 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആഗ്ര കയറി. ഇന്ന് റൂം എടുക്കുക, ഫുൾ കിടന്ന് ഉറങ്ങുക. നാളെ രാവിലെ ആഗ്ര മൊത്തം കറങ്ങും. ആഗ്രയിലെത്തിന് ആഗ്ര. ഇവിടുന്ന് ഇനി 2 കിലോമീറ്ററല്ലോ നമ്മുടെ താജ്മഹൽ, അതുപോലെ ആഗ്ര ഫോർട്ട്, അതൊക്കെ 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇവിടുന്ന് ഈ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ താജ്മഹൽ എത്തും. അപ്പോൾ അതുപോലെ ഇതാണ് ഈ ഹോട്ടൽ പവൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ. നന്നായി ടയർഡായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. കാരണം രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്, എത്തിയത് ഇപ്പോൾ 3:30-4 മണിക്ക് 4:30 എത്തിയത്. അമ്മാതിരി തിരക്കും പൊട്ടിയടിച്ചിട്ടൊക്കെ കണ്ണ് കണ്ടില്ലേ, ഒരു ഷെയ്ഡിങ്ങായി മൊത്തത്തിൽ. പിന്നെ ഉറക്കമുണ്ട്, ബാക്കിയുണ്ട്. അപ്പം പിന്നെ ഉറങ്ങിയിട്ട് കാണാം. ഓക്കെ, ഈ ചേട്ടൻ്റെ ഹോട്ടലേട്ടത് മലയാളിയാട്ടാ. ചേട്ടൻ നാട്ടിലെവിടെയാ? തൃശ്ശൂർ. ആ, നമ്മളെ നാട്ടുകാരനാട്ടാ, ഞാനും തൃശ്ശൂരാ. അപ്പോൾ 1200 കേട്ടാ ഹോട്ടൽ പവൻ. ഇത് കറക്റ്റ് പ്രോപ്പർ ആഗ്രഹമല്ലേ ചേട്ടാ? ആ, അപ്പോൾ പ്രോപ്പർ ആഗ്രയിൽ ഹോട്ടൽ പവൻ കേട്ടോ, 1200 രൂപ. നമുക്ക് റൂം മുകളിൽ പോയി കാണാം കേട്ടോ. നമുക്ക് 1200 കിട്ടുന്ന റൂം കണ്ടോ, അതെ 3 പേരുടെ ബെഡാ കണ്ടാ. വലിയ ക്ലാസ് ലുക്കൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ. അപ്പോൾ ഇനി കുറച്ച് അങ്ങനെ ഉറങ്ങട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കേട്ടോ. ഓക്കെ, ചാനലിൻ്റെ പേര് മറക്കരുത്, സ്മൈൽ ബീൻസ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.